നല്ല വസ്തുക്കളെ കണി കണ്ടുകൊണ്ട്, നല്ല ചിന്തകളെ കൈനീട്ടമായിട്ട് സ്വീകരിച്ചുകൊണ്ട് കണ്ണനെയും കണിക്കൊന്നയെയും കൈനീട്ടത്തെയൊക്കെ നമ്മുടെ ഉള്ളം കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ പൂർവികർ നമ്മുടെ കയ്യിലേക്ക് വെച്ച് തന്നിട്ടുള്ള ഈ മഹത്തായിട്ടുള്ള സംസ്കാരമാകുന്ന കൈനീട്ടത്തെ ഈ ജീവിതത്തിലുടനീളം ഭദ്രമായി സൂക്ഷിച്ച് ഞാൻ കൊണ്ടുപോകും എന്നുള്ള ഒരു പ്രതിജ്ഞയോടുകൂടി ആരംഭിക്കാം എന്നാണ് പറയാനുള്ളത്. കാരണം വിഷു എന്ന് പറയുന്ന ഈ ആഘോഷത്തിൻ്റെ വിവിധ തലങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എപ്പോഴും നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും ആഘോഷമാണ്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇന്നേ ദിവസം പകലും രാത്രിയും തുല്യമായിട്ട് വരും എന്നാണ്. വിഷുവം എന്നുള്ള പദത്തിൽ നിന്നാണ് വിഷു എന്ന് പറയുന്ന പദം ഉണ്ടായത് എന്നുമാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. നോക്കൂ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ രാപ്പകലുകളാകുന്ന സുഖദുഃഖങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. എല്ലാ കാലത്തും ഇരുട്ടായിരിക്കുന്ന ജീവിതം ആർക്കും തന്നെ ഉണ്ടായിരിക്കില്ല. എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കും പ്രകാശത്തിൻ്റെ കിരണങ്ങൾ കടന്നു വരും.